ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഉസ്താദുമാരുടെ ചിലവിൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ വൈറൽ പാലപ്പത്തിൻ്റെ റെസിപ്പിയും ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഒരു വർഷമോ 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടേനും. അപ്പോൾ ആ ഒരു വീഡിയോ നല്ലോണം വൈറലായിട്ടുണ്ടേനും കേട്ടോ. 4 ലക്ഷത്തിൻ്റെ അടുത്ത് വ്യൂസ് കിട്ടിയൊരു പാലപ്പ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പാലപ്പാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ നല്ല തേങ്ങയൊക്കെ വറുത്തരച്ചൊരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടപ്പോൾ തന്നെ നല്ലോണം കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കത് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അധികം ഉണ്ടായതുകൊണ്ടേ ഇത് ഒറ്റ ട്രിപ്പിൽ എന്തായാലും പോകില്ല. അപ്പോൾ ഞാൻ 2 ട്രിപ്പാക്കിയിട്ടാണ് കേട്ടോ അത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പച്ചരി ഞാൻ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തേക്ക് വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വലിയൊരു പാത്രത്തിലേക്കാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ പാലപ്പത്തിന് മാവ് കൂട്ടി വെക്കുമ്പം എപ്പോഴാണെങ്കിലും മാവ് പുറത്തേക്ക് പോവലുണ്ട്. മാവ് ഇങ്ങനെ നൊരഞ്ഞു പൊങ്ങി പുറത്ത് പോകും. അപ്പോൾ വലിയ പാത്രത്തിലായാൽ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാൻ വലിയൊരു പാത്രം എടുത്ത് ആ ഒരു പാത്രത്തേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ബാക്കിയുള്ള പച്ചരിയും കൂടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതും കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങനെ അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങയും അതേപോലെ ചോറൊക്കെ ചേർക്കണം. അത് പിന്നെ നമുക്ക് ലാസ്റ്റ് ചേർക്കാം കേട്ടോ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ലാസ്റ്റ് അരച്ച് ചേർക്കുക. ഇപ്പം ഇതാ 2 ട്രിപ്പായിട്ട് ഇതേപോലെ ഞാൻ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ചേർത്തുകൊണ്ട് അത് ഇതാ വലിയൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു തവി മാവ് എടുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഇതിന് കപ്പി കാച്ചാന്ന് പറയും ചിലർ. നമ്മളൊക്കെ ഇവിടെ തരി കാച്ചാന്ന് കേട്ടോ പറയൽ. ഇതാ അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. കട്ടൊന്നും കെട്ടാതെ ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കണം. പൊടി വെന്ത് വരുമ്പോൾ ഇത് കുറുകി വരും. അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറേ മുന്നത് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ചാനലിൽ ഒരുപാട് പേര് പുതിയ കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യണത്. എന്തായാലും ഞാൻ അത് ഉണ്ടാക്കുവാണ്. പിന്നെ ആ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട്. 2 വർഷമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവും. അതൊരു 3-4 ലക്ഷം ആൾക്കാർ കണ്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഇതേപോലെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടും, അടി പിടിക്കും. അടി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് കങ്ങിയ സ്മെല്ലുണ്ടാവും. അപ്പോൾ അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതിങ്ങനെ വെന്ത് വരുമ്പം കുറുകി വരും. അപ്പോൾ നമുക്കറിയാൻ പറ്റും വെന്തിക്കണമെന്നുള്ളത് കേട്ടോ. അങ്ങനെ അത് വേവിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലോണം ചൂടാറണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ ഒരു പാത്രത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വേഗം ചൂടാറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അരി അരച്ച ഒരു മിക്സിൻ്റെ ജാറുണ്ടല്ലോ അതിലേക്ക് ഇതാ ഒരു 1.25 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർക്കൽ നമ്മളെ ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. എത്ര ചേർത്താലും തേങ്ങ കൂടുതൽ ചേർത്താൽ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനൊരു 1.25 കപ്പ് തേങ്ങ ചേർത്തു. പിന്നെ അതേപോലെ 1 കപ്പ് ചോറും ചേർത്ത് കൊടുത്തു. 1 സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് അതിലേക്ക്. പിന്നെ അതാ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഈസ്റ്റ് ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ തേങ്ങ വെള്ളം പുളിപ്പിച്ചിട്ട് തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ തേങ്ങ വെള്ളമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഈസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് ഈസ്റ്റ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം നൊരഞ്ഞ് വരില്ല. അപ്പോൾ റെഡിയായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് കുറച്ചെങ്കിലും ചേർക്കും വേണം. അപ്പോൾ ഞാനൊരു ഇത്തിരി ചേർത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ. പിന്നെ നമ്മൾ തരി കാച്ചി വെച്ചല്ലോ അത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇട്ടപ്പം. അപ്പോൾ ഞാനതേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മാവിലേക്ക് അത് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ നമ്മളെ മാവൊക്കെ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ദോശമാവൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് കട്ടിയുള്ള മാവല്ല വേണ്ടത്. കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് വേണ്ടത്. നല്ലോണം ലൂസാവണ്ട. ദോശമാവിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ വേണ്ടത്. എന്നാലുള്ളൂ നമുക്ക് അപ്പം ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റുക. നമ്മൾ ചട്ടി കൊണ്ട് തന്നെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കല്ലേ ചെയ്യുക ഈ പാലപ്പം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിങ്ങോട്ട് നല്ല കുറുകിയ മാവാകുമ്പോൾ അങ്ങനെ ചുറ്റി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. കുറച്ച് കട്ടിയുള്ള അപ്പാവും.
അപ്പോൾ കട്ടില്ലാത്ത അപ്പമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് അങ്ങനത്തെ അപ്പമാണ് ഇഷ്ടം. അതേപോലെ അതിൻ്റെ ആ വക്കൊക്കെ നല്ലോണം മൊരിഞ്ഞ് നല്ല ഉഷാറായിട്ട് കിട്ടും. കുറച്ച് ലൂസാവണം, അധികം ലൂസാവണ്ട, ലേശം ലൂസായിട്ടുള്ള ആവണം കേട്ടോ. അപ്പോൾ മാവൊക്കെ ഉണ്ടാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചിക്കൻ കറി അതേപോലെ തന്നെ പാലപ്പമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് നൂൽപുട്ടും ഉണ്ടാക്കണമെന്ന് കരുതുന്നുണ്ട്. രാവിലെ സമയം ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ പാലപ്പം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ വറുത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ അത് വറുത്തെടുക്കാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതേപോലെ രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് വലിയ ടെൻഷനും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീരും. നമുക്ക് ഹെൽപ്പിനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആവുമ്പോഴേ പുറത്തേക്കൊക്കെ ഫുഡ് കൊടുക്കുമ്പം അതിൻ്റെതായിട്ടുള്ള സമയത്ത് തന്നെ നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് നല്ല സുഖമാണ്, നല്ല എളുപ്പത്തിൽ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ വറുവായി വന്നപ്പോൾ ഞാൻ അതിക്കിടാനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മൾ എത്ര ചിക്കൻ എടുക്കണം അതിനനുസരിച്ചിട്ട് അല്ലേ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടോ. അപ്പോൾ അത് ചൂടാറിയിട്ട് വേണം ഇനി ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലിട്ടിട്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ. പിന്നെ ആ ഒരു സമയത്താണ് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. ഞങ്ങളപ്പച്ചി പിന്നെ ബ്രോസ്റ്റ് വാങ്ങിക്കൊണ്ടിന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഐഫക്കുട്ടി കുറേ ദിവസത്തേക്കാണ് ബ്രോസ്റ്റിന് പൂതി പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് രാത്രിക്കത്തെ ഫുഡ് ബ്രോസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു ഫുള്ള് വാങ്ങിയിട്ടുണ്ട്, അതേപോലെ ഹാഫ് വീട്ടിലേക്കും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മക്കും ഉപ്പാക്കും ഓർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ പിന്നെ ഒരു 3 ആളുള്ളൂ. അപ്പോൾ ഒരു ഹാഫും വാങ്ങി ഞങ്ങൾക്ക് ഫുള്ളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടേ കൊടുക്കണമെങ്കിൽ ഐഫക്കുട്ടി കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ടേ ഇപ്പച്ചി ബ്രോസ്റ്റ് വേണം, ബ്രോസ്റ്റിന് പൂതി വെക്കണമെന്നൊക്കെ. അപ്പോൾ ഇപ്പച്ചി ഇവിടെ നാട്ടിലുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ അങ്ങനെ പുറത്ത് പോയിട്ട് വാങ്ങിക്കൊടുക്കലൊക്കെ ഉണ്ട്. എന്നോടും ഇപ്പോൾ കുറേ ദിവസമായിട്ടോ പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കുറച്ച് കഴിയട്ടെ, പിന്നെ എപ്പോഴേലൊക്കെ വാങ്ങണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തിയതേനി കേട്ടോ. അപ്പോൾ ഐഫക്കുട്ടിക്ക് ഇപ്പോൾ അത് കിട്ടിയേ തീരുള്ളൂ. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. കുട്ടികളല്ലേ, കുട്ടികൾക്ക് ഇടയ്ക്ക് അങ്ങനെയാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഓരോ പൂതിയാണ്. അപ്പം നമ്മൾ മഞ്ജുമോള് ട്യൂഷൻ കഴിഞ്ഞ് വരണമെങ്കിൽ 9:30 ആവും കേട്ടോ. 9 മണിക്കാണ് ട്യൂഷൻ വിടുക. അപ്പോൾ ഞാൻ ഓളെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടേനി. ഓളെയൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഉമ്മാക്കും ഉപ്പാക്കുള്ളതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടോ. പിന്നെ ഞങ്ങളും എല്ലാവരും ഇതാ ഒരുമിച്ചിരുന്നാണ്ട് ഞങ്ങളും കഴിക്കുകയാണ് ബ്രോസ്റ്റൊക്കെ. അപ്പോൾ സാധാരണ നമ്മൾ ഫുഡ് കഴിക്കൽ താഴെ ഇരുന്നിട്ടാണ്. താഴത്തെ കിച്ചണിൽ ചെറിയൊരു ടേബിൾ ഉണ്ടല്ലോ, അവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കൽ. ഇന്നിപ്പോൾ ബ്രോസ്റ്റ് ആയപ്പം താഴേക്കൊന്നും പോകാൻ ആർക്കും വയ്യ. ഒക്കെ ഇവിടെ മേലെ ടേബിളും ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കണത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നു കേട്ടോ. കിടന്നൊക്കെ കഴിഞ്ഞ് ഒരു 11:30-11:45 ആയപ്പോണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ വർത്താനോ അതേപോലെ ടോർച്ചടിയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണാവോ വിചാരിച്ച് ജനലിനോട് കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതിൽ പുലി പോയിക്കണെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഒരു പുലിനെ തെരയുന്ന സൗണ്ടാണ് ഞങ്ങൾ കേൾക്കുന്നത്. ടോർച്ച് അടിക്കണുണ്ട്, അതേപോലെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വിശ്വാസമില്ലേനെ കേട്ടോ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതാ ഫോട്ടോ വിട്ടുതന്നിട്ടുണ്ട്, പുലിൻ്റെ കാൽപ്പാട് ഇതാ ഫോട്ടോ എടുത്ത് വിട്ടുതന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ കിണറിൻ്റെ ആ ഒരു ഭാഗത്ത് കുറേ ചവിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്കും വിശ്വാസമായി. പിന്നെ ഒരു പേടി കേട്ടോ, നമ്മളെ മുറ്റത്ത് കൂടി നമ്മളെ വീടിൻ്റെ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടിയൊക്കെ പുലിയൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോഴേ ഏതായാലും അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. പക്ഷേ കിച്ചണിക്ക് വരാനൊരു പേടി കേട്ടോ. ഞാനിപ്പോൾ ചിക്കൻ കറി പുറത്ത് അടുപ്പത്ത് ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കണത്. അപ്പോൾ രാവിലെ തന്നെ അടുപ്പത്തേക്ക് പോകാനൊരു പേടി. വാതിൽ തുറന്ന് കണ്ടേ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിൻ്റെ താഴെങ്ങൾ കണ്ടിട്ടില്ലേ, കുറച്ച് സ്ഥലം ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഞാൻ ചകിരിയും വിറകൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെങ്ങാനും വന്ന് കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു തോന്നൽ, പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം വെളുത്തോട്ടെ എന്നിട്ട് കിച്ചണിക്ക് വരാമെന്ന് കരുതിട്ടോ, അടുപ്പത്തേക്ക് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ തലേന്ന് ചെയ്ത് വെച്ചിക്കണമല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഐഫക്കുട്ടിക്ക് എക്സാമാണ്, അപ്പോൾ ഓളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്ന് അങ്ങനെ 6 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിൽ വന്നത്. അപ്പോൾ ഇനി വേഗം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ മണ്ണിൻ്റെ ചട്ടിയൊക്കെ പുറത്തുനിന്ന് എടുത്തുകൊണ്ടുവന്നു കേട്ടോ. വാതിലൊക്കെ തുറന്ന് പുറത്താണ് നമ്മൾ മൺചട്ടിയൊക്കെ വെക്കൽ. പിന്നെ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ തന്നെ ചട്ടിക്കൊക്കെ ഒരു പൂപ്പൽ വരലാണല്ലേ. നമ്മൾ എണ്ണയൊക്കെ തടവി വെച്ചാലും കുറേ ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ അതിനൊരു പൂപ്പൽ വരലാണ്. ഈ ചട്ടിയൊന്നും നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്തല്ലേ, ഇങ്ങനെ കുറച്ച് അധികമൊക്കെ കറി ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനത്തെ വലിയ ചട്ടിയൊക്കെ എടുക്കൽ. അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം കഴുകി അതിൽക്കിതാ ചിക്കനൊക്കെ കഴുകിയത് ഇട്ട് കൊടുത്തിക്കണ്. ചിക്കൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരത്തെ എണീറ്റീന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് വിടാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ടോ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അങ്ങനെ കഴുകി വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം നമ്മൾ മൺചട്ടിക്ക് ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ അതേപോലെ അതിക്ക് സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിക്കാണ്. ഞാൻ വഴറ്റിയിട്ടൊന്നും അല്ല കേട്ടോ കറി ഉണ്ടാക്കുന്നത്.
ഇങ്ങനെ ഉണ്ടാക്കിയാലും ഈ ഒരു ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ അതേപോലെ ഇതിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഒക്കെ കുറേശ്ശേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ തേങ്ങ വറുത്തപ്പോൾ അത്യാവശ്യം മസാലപ്പൊടികളൊക്കെ നല്ലോണം അതിലിട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ എരിവ് കൂടും. അപ്പോൾ അതിന് കണ്ടിട്ട് വേണം പൊടികൾ ഇതിലേക്ക് ചേർക്കാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ അതേപോലെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട, ഒരു സ്പൂണൊക്കെ മതി. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നല്ലോണം കുഴച്ചെടുക്കണം. തവി കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കാര്യമില്ല കേട്ടോ, കൈ കൊണ്ട് തന്നെ അതേപോലെ നല്ലോണം കുഴച്ചെടുക്കുക. ആ ഒരു സവാളൻ്റെയും തക്കാളിൻ്റെയും ഒക്കെ നീര് നല്ലോണം ഇതിക്കൊന്നും ആവട്ടെ. എന്തായാലും നമ്മളിത് വഴറ്റിയിട്ടൊന്നുമില്ലല്ലോ. പിന്നെ അതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, ചിക്കനിൽ തന്നെ ഉണ്ടാവുമല്ലോ പൊടിഞ്ഞ് വെള്ളം വരും. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി അടുപ്പൊക്കെ നല്ലോണം കത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അടുപ്പ് ആദ്യം ഒന്ന് നല്ലോണം കത്തിക്കാഞ്ഞാലേ പുക വരും, ചിലപ്പം പുക ചുവക്കും കുറച്ച് നേരം ഇങ്ങനെ പുകഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിൽ. അപ്പം ഇന്ന് എന്തായാലും അടുപ്പ് കത്തിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ, പെട്ടെന്ന് തന്നെ കത്തി കിട്ടി. കുറേ ദിവസമൊക്കെ ആകുമ്പോഴേ അടുപ്പ് കത്തിച്ചിട്ട് കുറേ ദിവസമൊക്കെ ആകുമ്പോൾ കത്താൻ കുറച്ച് ഗതികേടാണ്. അങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് ഇനി നമ്മളെ മാവ് എന്തേക്കണമെന്ന് നോക്കട്ടെ. മാവ് ഇതാ നമ്മൾ വലിയ പാത്രത്തിൽ ആക്കിയതുകൊണ്ടേ അങ്ങനെ പൊങ്ങി പുറത്ത് പോയിട്ടൊന്നുമില്ല. മാവൊക്കെ നല്ലോണം നിറഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിക്ക് ഉപ്പിട്ടാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കണം. അപ്പോൾ മാവ് കണ്ടപ്പോൾ ഒരു സമാധാനമായിട്ടോ, മാവൊക്കെ നിറഞ്ഞ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഞാനതിവിടെ അടച്ചു വെക്കാം കേട്ടോ. ഉപ്പിട്ടാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടേ അപ്പം ചുടണുള്ളൂ. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി ഉണ്ട് ഇവിടെ പഠിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബിൽ ക്ലാസ് ഇട്ട് കൊടുത്തേക്കാണ്. ഇപ്പോൾ മദ്രസിൽ എക്സാമാണ്, അപ്പോൾ രാത്രിയൊക്കെ പഠിപ്പിച്ച് കൊടുക്കണതാണ്. എന്നാലും രാവിലെ ആകുമ്പോഴത്തേന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ എക്സാമിൻ്റെ ക്ലാസ്സൊക്കെ ഇട്ട് കൊടുത്താൽ അങ്ങനെ കേട്ടിരുന്നോളൂ. പിന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട്, വലിയൊരു ഉരുളക്കിഴങ്ങ് കേട്ടോ, എടുത്തിട്ട് തൊലി കളഞ്ഞാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കറിക്ക് ഇട്ട് കൊടുക്കാനാണ്. ചിക്കൻ കറിക്ക് ഇതേപോലെ കിഴങ്ങ് ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആട്ടോ. അതേപോലെ തന്നെ കറി നല്ല കുറുകിയ നല്ല കുറുകിയ കറിയായിട്ട് കിട്ടും ചെയ്യും. കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ചെറുതാക്കി കട്ട് ചെയ്താൽ എളുപ്പം വെന്ത് ഉടയും. അപ്പം അങ്ങനെ അത്രക്ക് അങ്ങോട്ട് ഉടയും വേണ്ട, ഇടയ്ക്കൊക്കെ ഓരോ കഷ്ണം കിട്ടും വേണം. അപ്പോൾ ഞാൻ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് ഇവിടെ. ഐഫക്കുട്ടിക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അവൾക്ക് മദ്രസക്ക് പോകുമ്പോൾ ചായ കുടിക്കണം. ഐഫക്കുട്ടി മദ്രസക്ക് പോകുമ്പോൾ വെള്ളമരച്ച് ചായയൊക്കെ കുടിച്ചിട്ടാട്ടോ പോവുക. നേരെ മറിച്ച് റിച്ചു മോനാണെങ്കിലോ ചായ ഒന്നും കുടിക്കൂല, ഓൻ അങ്ങനെ തന്നെ പോവും. ഓൻ 6 മണിയാകുമ്പോൾ പോവും ചെയ്യും. ആ നേരത്ത് ഓനക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ ഓൻ പറയും എനിക്ക് ഛർദ്ദിക്കാൻ വരും, ഞാൻ വന്നിട്ട് കഴിച്ചോണ്ട് എനിക്കൊന്നും വേണ്ട അറിയാണ്ട് അങ്ങനെയാണ് ഓൻ പോവൽ. ഐഫക്കുട്ടി പിന്നെ ചായയൊക്കെ കുടിച്ചാണ്ട് തന്നെ കേട്ടോ പോവുക. പൂക്കുള്ള ചായയൊക്കെ ചൂടാറാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചിക്കൻ കറിയൊക്കെ വന്ന് നോക്കിയപ്പം കറിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ സാധാരണ ഇരുമ്പടുപ്പാകുമ്പോഴേ എളുപ്പം കുക്ക് ചെയ്താൽ ആയിക്കിട്ടും കേട്ടോ. തീ കത്തി കഴിഞ്ഞാൽ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചാൽ എന്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അത് എളുപ്പത്തിൽ വെന്ത് കിട്ടും. നമ്മൾ ആലുവ അടുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചൂടായി കിട്ടണമെങ്കിൽ തന്നെ കുറേ സമയം പിടിക്കുമല്ലോ. ഈ അടുപ്പ് കാണാനൊന്നും വലിയ ചൊറുക്കുണ്ടാവില്ല, പക്ഷേ എളുപ്പത്തിൽ ആയി കിട്ടും കേട്ടോ. ഫുഡ് നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും വറകും നല്ലോണം കത്തും, എളുപ്പമാവും. അങ്ങനെ ചിക്കൻ കറിയൊക്കെ നല്ലോണം തിളച്ച് പിന്നെ ഞാൻ ആ കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കി കൊടുക്കുക, തീ എത്തിക്കുക, അത് ചെയ്താൽ മതി. അപ്പോൾ കറി ആവും. പിന്നെ തേങ്ങയൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ വറുത്ത് വെച്ചിക്കണമല്ലോ, അതുകൊണ്ട് പിന്നെ അതൊന്ന് അരച്ചെടുത്താലും മതി. അങ്ങനെ അപ്പച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തോക്ക് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. ആ തോക്ക് ഈ ഒരു സ്റ്റൗ വാങ്ങി അന്നത്തെ തോക്കാണ്. ഇതുവരെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കത് ഒഴിവാക്കാനും തോന്നൂല. അതിൻ്റെ മേലെയൊക്കെ കുറച്ച് തുരുമ്പിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്ക് കഴുകലുണ്ട് കേട്ടോ, കഴുകി ഉണക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ കളറ് നല്ലോണം തുരുമ്പിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് അങ്ങനെയാണല്ലോ, ചില സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ തോന്നൂല അല്ലേ. ഇതുവരെ അതിനൊരു കുഴപ്പമില്ല കേട്ടോ, എളുപ്പം കത്തും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല. വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെയാണ്. അപ്പം ഇനി ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണം ആ തോക്കൊന്ന് മാറ്റിക്കൂടെ, അപ്പം ഞാൻ മാറ്റും ചെയ്യും. അങ്ങനെ കേട്ടോ അപ്പത്തിന് മാവൊക്കെ ഞാൻ ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ചുറ്റിച്ചെടുത്തു. അപ്പോൾ കണ്ടില്ലേ നല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പാലപ്പാണ് കേട്ടോ നമ്മളപ്പം. ഇനി കുറച്ച് നേരം കൂടെ ഒന്നിങ്ങനെ തുറന്ന് വെക്കുകയാണെങ്കിലേ ഒന്നും കൂടെ മൊരിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ആ വക്കൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ. കറിയൊന്നും വേണമെന്നില്ല, ചായൻ്റെ കൂടെ ഇങ്ങനെ കറുമുറു പറഞ്ഞ് കഴിക്കൂലേ, അങ്ങനെ കഴിക്കാം. വേണമെങ്കിൽ കുറച്ച് മധുരം കൂടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കറിയൊന്നും വേണ്ട, അങ്ങനെ കഴിക്കട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ
പഞ്ചസാരയൊന്നും അധികം ചേർത്തിട്ടില്ല. ഞാൻ 1 സ്പൂൺ പഞ്ചസാരയല്ലേ ചേർത്തത്. നമ്മൾ കറിയും കൂട്ടിയിട്ട് കഴിക്കാനല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ മധുരം കൂടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ചട്ടി നല്ലോണം ചൂടായാൽ പിന്നെ തീ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. തീ കുറച്ച് കൊടുക്കണം, പിന്നെ കൂട്ടി കൊടുക്കണം, പിന്നെയും കുറച്ച് കൊടുക്കുക, അങ്ങനെ ചെയ്യണം. എന്നാലും ഇതിങ്ങനെ ഇതുപോലെ ചുറ്റിച്ചെടുക്കാനും കഴിയുക. അപ്പോൾ നമ്മൾ മാവ് കുറച്ച് ലൂസായതുകൊണ്ടാണ് കേട്ടോ അതേപോലെ നല്ല കട്ടില്ലാതെ ആയിട്ട് കിട്ടുന്നത്. മാവ് കുറച്ച് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചുറ്റിച്ചെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ശരിക്കും അങ്ങോട്ട് ചുറ്റിച്ചെടുക്കാൻ കഴിയൂല. അപ്പം കുറച്ച് കട്ടിയൊക്കെ ഉള്ള അപ്പായിട്ടാണ് കിട്ടുക. നടുഭാഗത്ത് നല്ല പൊന്തലുണ്ടാവും, നല്ല കട്ടി ഉണ്ടാവും. ഇതിപ്പോൾ കണ്ടോ എല്ലാ ഭാഗവും ഒരേപോലെയാണ്. കുറച്ചൊരു ഇതുള്ളൂ കേട്ടോ നടുഭാഗത്ത്. എനിക്കിങ്ങനെ ഉണ്ടാക്കണതാട്ടോ ഇഷ്ടം. അങ്ങനെ അപ്പം ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് കറിക്കുള്ള തേങ്ങ തലേദിവസം തന്നെ നമ്മൾ വറുത്ത് വെച്ചതുകൊണ്ടേ സുഖമാണ്. ഇനിയിപ്പോൾ ഇത് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് ചിക്കൻ കറിയും തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കണുണ്ട്, നോക്കണുണ്ട്, തീയൊക്കെ കത്തിച്ച് കൊടുക്കണുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പിൽ അത്യാവശ്യം നല്ലോണം കനലും ഉണ്ട്. കനലിൽ കടന്നുകൊണ്ട് കനലും ഉണ്ട്, തീയും കത്തണുണ്ട് കേട്ടോ. അപ്പം കിഴങ്ങും ചിക്കനും ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തീ ഒഴിച്ചു കൊടുക്കാം. ഇനി ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ തേങ്ങ വറുത്തപ്പം കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തതല്ലേ, അതതിൽ കുക്കായിട്ടുണ്ട്. എന്നാലും നമ്മളെ ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അടുപ്പിൽ അത്യാവശ്യം നല്ല കനലൊക്കെ ഉണ്ട്. അപ്പോൾ അടുപ്പിൽ തന്നെ നിന്നോട്ടെ വിചാരിച്ചു ഞാൻ. തീയൊന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടേനി കേട്ടോ, ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം. പിന്നെ ഞാൻ കുറച്ച് നൂൽപുട്ടും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നൂൽപുട്ടിനുള്ള മാവാണ് കേട്ടോ ഈ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ നൂൽപുട്ടിന് മാവ് ഉണ്ടാക്കൽ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അങ്ങനെ തിളക്കാനാവണ സമയത്തൊരു കുമിളകൾ വരുമല്ലോ, ആ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കും. അപ്പോൾ വെള്ളം അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുണ്ടാവും ചെയ്യും, അതേപോലെ തിളച്ചിട്ടുണ്ടാവില്ല. ആ ഒരു രീതിയിലാണ് കേട്ടോ, ആ രീതിയിലുള്ള വെള്ളം കേട്ടോ ഞാൻ എടുക്കൽ. എല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല. ചില ആൾക്കാർ പറയും നല്ല തിളച്ച വെള്ളമാണ്, പിന്നെ നല്ല തിളച്ച വെള്ളം കൊണ്ടാണ് മാവ് ഉണ്ടാക്കൽ. എനിക്കങ്ങനെ നല്ല തിളച്ച വെള്ളം കൊണ്ട് ഉണ്ടാക്കിയാൽ ഈ ഒരു അച്ചിൽ, എൻ്റെ നൂൽപുട്ടിൻ്റെ അച്ചിൽ ഇങ്ങനെ പീച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ കേട്ടോ മാവ് ഉണ്ടാക്കൽ. അപ്പോൾ വേഗം നൂൽപുട്ടിൻ്റെ പ്ലേറ്റൊക്കെ കഴുകി അതിക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ എളുപ്പത്തിൽ ഇതൊന്ന് എടുക്കാൻ കിട്ടും. ഓയിലാക്കാതെ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വക്കത്തൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് കിട്ടോ. പിന്നെ ഈ ഒരു നൂൽപുട്ടിൻ്റെ അച്ചങ്ങൾ എവിടുന്നാണ് വാങ്ങിയത് എന്ന് കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ചോദിക്കലുണ്ട്. ഇത് ഞാനല്ല, നമുക്ക് വീട് കുടിരിക്കലൊക്കെ ഉണ്ടാവുമല്ലോ, അന്ന് ഉമ്മിപ്പൊക്കെ നമ്മൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരൂലേ കിച്ചണിക്കുള്ള, അങ്ങനെ വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചു തന്നതേനി കേട്ടോ അത്. അപ്പോൾ കുറേ വർഷമായി ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങണ കടല്ലേ, അങ്ങനത്തെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ തിരിക്കണ അച്ചുണ്ടല്ലോ, ആ അച്ചുണ്ട്. അതേപോലെ വേറൊരു അലുമിനിയത്തിൻ്റെ പോലെയുള്ള വേറൊരു അച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും സുഖം നൂൽപുട്ട് ഉണ്ടാക്കുമ്പം ഈ അച്ചുകൊണ്ട് നൂൽപുട്ട് പീച്ചാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ എടുക്കുന്നത്. ഇതാവുമ്പോൾ ചെറിയ നൂലുമാണ്, അപ്പോൾ നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിക്കാരം. അതേപോലെ തന്നെ ഇതിങ്ങനെ പീച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതന്നെ ഞാൻ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. ഇതന്നെ ഞാൻ എടുക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് വേഗം സ്റ്റാൻഡുമ്മ വെച്ചുകൊണ്ട് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ലിച്ചമ്പിലൊക്കെ ഞാൻ വെള്ളം വെച്ചീനി കേട്ടോ. അങ്ങനെ നൂൽപുട്ടാകുമ്പോൾ എളുപ്പമാണ്, എളുപ്പത്തിൽ നമ്മളെ പരിപാടി തീരും. ആദ്യം വെച്ച 3 എണ്ണമാണ് വെന്ത് കഴിഞ്ഞാൽ വേഗം അതാ സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് വേഗം വേവിക്കാനുള്ളത് ആ സ്റ്റാൻഡുമ്മക്കാണ് വെച്ചിട്ട് ഇഡ്ലിച്ചമ്പക്കാണ് വെച്ച് കൊടുക്കും. എന്നിട്ട് ഇത് തട്ടുന്ന എടുത്തിട്ട് പിന്നെ ഇതിലും വേഗമായിട്ട് മാവ് ആക്കി കൊടുക്കും. അങ്ങനെ എളുപ്പം കഴിയും കേട്ടോ. നൂൽപുട്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട. ഇനിയിപ്പോൾ അപ്പം തികഞ്ഞില്ലെങ്കിലോ വിചാരിച്ചിട്ടാട്ടോ ഞാൻ കുറച്ച് നൂൽപുട്ടും കൂടെ ഉണ്ടാക്കിയത്. പിന്നെ ചിക്കൻ കറി ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു. വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുകൊണ്ട് കറി കൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കണ്ട. ഞാൻ എപ്പോഴും പറയലില്ലേ, കറി നമ്മൾ എന്ത് കറിയാണെങ്കിലും തൂമിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അടച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഉള്ളിൻ്റെയും അതേപോലെ വറ്റൽമുളകിൻ്റെയും കറിവേപ്പിൻ്റെയും പിന്നെ ആ ചൂടായ വെളിച്ചെണ്ണേൻ്റെ ഒക്കെ ഫ്ലേവർ നല്ലോണം ആ കറിക്ക് ഇറങ്ങുള്ളൂ. ഇല്ലെങ്കിൽ ആ സ്മെല്ലൊക്കെ പുറത്തേ പോവുള്ളൂ കേട്ടോ നമ്മൾ അടച്ചു വെക്കാഞ്ഞാൽ. അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് പിന്നെ തുറന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ മൂക്കിക്ക് തന്നെ ആ കറിൻ്റെ സ്മെല്ല് നല്ലോണം കുത്തുട്ടോ. അത്രയും നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനത്തെ കറി, വറുത്തരച്ച ചിക്കൻ കറി. അങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പം ചുടലും കഴിഞ്ഞു, നൂൽപുട്ടുണ്ടാക്കലും കഴിഞ്ഞു.
അപ്പോൾ നമ്മൾ പാലപ്പം കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു പാലപ്പം കഴിക്കാൻ. ആ ഈസ്റ്റിൻ്റെ കുത്തലും കാര്യങ്ങളും ഒന്നും ഇതിനില്ല. അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്. പിന്നെ ചിക്കൻ കറിൻ്റെ കൂടെ എന്ത് കറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. ഇനി വെജ് കറി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. പിന്നെ ഈസ്റ്റ് ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് തേങ്ങ വെള്ളം ഒന്ന് പുളിപ്പിക്കുക. തലേ ദിവസം തേങ്ങ വെള്ളം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള തേങ്ങ വെള്ളം എടുക്കുകയാണെങ്കിൽ ഈസ്റ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നൂൽപുട്ടും അപ്പമൊക്കെ ആയി. പിന്നെ ഞാൻ ഉസ്താമാരെ പാത്രമൊക്കെ കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം ഒന്ന് തേച്ച് കഴുകിയിട്ടോ. നമ്മൾ ലിക്വിഡൊക്കെ ഇട്ടിട്ട് നല്ലോണം തേച്ച് കഴുകിയിട്ടുണ്ട്. കമ്പിച്ചണ്ടിയൊക്കെ ഇട്ട് നല്ലോണം ഉരച്ച് കഴുകി നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഒരു കോട്ടൻ്റെ തുണി കഷ്ണം വെച്ചിട്ട്. അപ്പോൾ ഒരു കഴുകായിട്ടല്ല, നമ്മൾ കഴുകണ പോലെ ആവില്ലല്ലോ ഒരു കഴുകുമ്പോൾ. പിന്നെ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം തേച്ച് കഴുകൽ നമ്മൾ വീട്ടമ്മമാർ തന്നെയാണ്. ഒരിക്കൽ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങനെ കഴുകിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാനങ്ങനെ നല്ല വൃത്തിയിൽ കഴുകി കറിയൊക്കെ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. 3 ഉസ്താദുമാരാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ 3 പാത്രത്തേക്ക് കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ അങ്ങോട്ട് നിറച്ചൊഴിക്കാനും കഴിയൂല, കാരണം ഇത് അടക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കറിയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ കൂടെ വെച്ച് കൊടുക്കണം ഈ പാത്രങ്ങളും. അപ്പോൾ ഇതിലങ്ങനെ കുത്തി നിറച്ച് വെച്ച് കൊടുക്കാൻ കഴിയൂല. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ നൂൽപുട്ടും ഒരു പാത്രത്തിൽ പിന്നെ വെള്ളപ്പം വെക്കാൻ നോക്കി. അപ്പോൾ അത് നിറഞ്ഞതുകൊണ്ടേ കൂടുതലൊന്നും ഇതിൽ വെക്കാൻ കഴിയൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിക്ക് അപ്പാക്കി കൊടുക്കാമെന്ന് കരുതിട്ടോ. ഉസ്താമാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒരു പ്രാർത്ഥന ഉണ്ടാവും. നമുക്കിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. ആ പ്രാർത്ഥനയിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്തും. അപ്പോൾ ആ ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ നമ്മളെ മക്കളെ പഠിപ്പിക്കണ ഉസ്താമാരല്ലേ, അപ്പോൾ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് മനസ്സറിഞ്ഞ് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ് മനസ്സിനില്ലേ. എനിക്കങ്ങനെ കേട്ടോ. പിന്നെ ഉസ്താദ് മെസ്സേജ് അയച്ച് ചോദിക്കും ചെയ്യും കേട്ടോ, നിങ്ങൾക്ക് കൂടുമോ, നാളെ അവിടെ ചിലവാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഇപ്പം എനിക്ക് പുറത്തത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടേ ഉസ്താദിനെ അറിയാം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച അല്ലേ, അപ്പം ലീവാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ മെസ്സേജ് അയച്ചിന് കേട്ടോ, നാളെ അവിടെ ചിലവാക്കാൻ പറ്റുമോ ചോദിച്ച്. അപ്പം ഞാൻ ആയിക്കോട്ടെ കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ ഇന്നാക്കിയതാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ റിച്ചു മോനോട് പറഞ്ഞേക്കല്ലേ ഇനി ചിലവ്, ഓൻ എന്നിട്ട് പറയൂല. ചിലവിൻ്റെ അന്നത്തെ ദിവസം രാവിലെ ചിലപ്പം ഫുഡ് കഴിക്കണോ ചോദിച്ച് വിളിച്ചുമ്പോഴേക്കാരെ നമ്മൾ അറിയന്നെ. എന്നിട്ട് ഞാൻ അമ്മക്ക് ഉണ്ടാക്കിയ ചായയും കടിയും കൊടുത്തയച്ച ദിവസങ്ങളൊക്കെ ഉണ്ടായിക്കണം കേട്ടോ. അല്ലാതെ ആയിട്ടുള്ള പട്ടിണിക്ക് ഇടാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതാ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിക്കൊരു വാഴൻ്റെലൊക്കെ വെച്ചാണ്ട് അപ്പം അയക്കും ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്, അപ്പം ഫുഡ് ഇടാൻ പറ്റൂല എന്നൊക്കെ എനിക്കും അറിയാം. ചൂടുള്ളതാവുമ്പോഴാണ് വലിയ കുഴപ്പമുള്ളൂ. അപ്പം നമ്മളെ സ്റ്റീലിൻ്റെ വട്ടപാത്രം അവിടെ അല്ല. ഇന്നലെ ഉപ്പാക്കൊക്കെ എന്തോ കൊടുത്തയച്ചിട്ട് അവിടെയാണ് കേട്ടോ, അങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം തന്നെ പിന്നെ ഉള്ളൂ ഇങ്ങനെ അപ്പൊക്കെ ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വാഴയിലേക്ക് വിരിച്ചേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൂടാറിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ചൂടോടൊക്കെ എന്തായാലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അത് അടച്ചു വെച്ച് അതായിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ടതിന്. അപ്പം ചായയൊക്കെ തിളച്ച് അരിച്ചിട്ട് ഫ്ലാസ്കിക്ക് ചായയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചായ പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചൂടാറും. അപ്പോൾ ലാസ്റ്റ് കൊടുക്കാനാവുമ്പോൾ ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ നിന്നതേനി. അപ്പോൾ ചായയൊക്കെ ആയി, ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പാത്രത്തിലാക്കി മക്കളടുത്ത് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇനി. അപ്പോൾ ഇന്നത്തെ ദിവസമാണെങ്കിലോ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ തന്നെ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നല്ലൊരു മഴ പെയ്ത് കുട്ടികൾ വന്നപ്പോൾ തന്നെയാണ് കേട്ടോ മഴ പെയ്തത്. ഇപ്പോൾ ഒന്ന് ചോർന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വേഗം പൊയ്ക്കോളി എന്നാണ് വേഗം പറഞ്ഞയച്ചത്. അപ്പോൾ ഇന്ന് ഓരോട് ചായ എടുക്കാൻ പറഞ്ഞപ്പോൾ ഒരിക്കലും ചായ വേണ്ടാന്ന് കേട്ടോ പറഞ്ഞത്. ഒരു ചായ കുടിക്കാതെ പോകുമ്പോൾ എനിക്കൊരു പൊറുതേടാ. ഞാൻ പിന്നെയും പറഞ്ഞു വരി ഞാൻ ചായ എടുത്തുതരാന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട പറഞ്ഞു. അങ്ങനെ എന്തായാലും ഒരു പോയി. പിന്നെ എനിക്കുണ്ട് വിശപ്പൊക്കെ, കുറേ നേരമായി പറഞ്ഞാൽ 8-8:30 ആയി തുടങ്ങിയിട്ടോ സമയം. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ വയറിങ്ങനെ ചോദിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഇനി കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പൊക്കെ കുട്ടികൾക്കുള്ളതൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പാക്കും ഇഷ്ടമാട്ടോ ഈ ഒരു നൂൽപുട്ടും അങ്ങനത്തെ വെള്ളപ്പൊക്കെ. അപ്പോൾ കുറച്ച് ചിക്കൻ കറിയും 2-3 അപ്പം നൂൽപുട്ടൊക്കെ ഒരുക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് അതും പാത്രത്തിലേക്ക് ആക്കി വെച്ചു. അപ്പോൾ ഞാൻ 2 ദിവസം കഴിക്കണവരെ കണ്ടിട്ടു. അപ്പോൾ ഇനി ഓരോരുത്തർക്ക് പോകുമ്പോൾ കൊണ്ട് പോകാൻ വിചാരിച്ച് അതും പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോയപ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. ഇമ്മാനും ഇപ്പാനെയും കണ്ടിട്ട് കുറേ ദിവസം കഴിക്കണമെന്ന് പറഞ്ഞ് കമൻ്റൊക്കെ ഉണ്ടാവലുണ്ട്.
അപ്പം ഇനി ഇൻഷാല്ലാ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പോയാൽ പിന്നെ വർത്താനം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും, അതിൻ്റെ ഇടയിൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറക്കും ചെയ്യും. അപ്പം അതൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ ഞാൻ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കലുണ്ട് കേട്ടോ ആർക്കെങ്കിലും കൊടുക്കുമ്പം. അപ്പം ഇന്ന് ഞാനതൊന്നും നോക്കിയിട്ടില്ല. കറിയിലൊക്കെ ഉപ്പുണ്ടോ എരിവ് ഏറെ ഉണ്ടോ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് ഒരു പ്ലേറ്റിക്ക് 2 അപ്പൊക്കെ എടുത്ത് കുറച്ച് ചിക്കൻ കറിയൊക്കെ ഒഴിച്ചുകൊണ്ട് അങ്ങനെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉപ്പും എരിവും ഒക്കെ പാകമാണ്, കറിയൊക്കെ ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ തന്നെ കഴിച്ചാണ്ട് ഞാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയല്ല. നമ്മൾ ചിക്കൻ കറി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ഇതേപോലെ ട്രൈ ചെയ്യാത്ത കൂട്ടുകാർ കേട്ടോ, ചില ആൾക്കാർ ഇതേപോലെ ഉണ്ടാക്കണ തന്നെ ആവും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മരിപ്പാൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ മേലെ കണ്ടങ്ങൾ മുകൾ വശത്ത് റബ്ബർ തോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിറച്ച് കാടും ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ഇതിലൊക്കെ പുലിയൊന്നും പോയാലോ ആരും കാണൂല. പന്നികളൊക്കെ കാണലുണ്ട് കേട്ടോ. ഞാൻ തന്നെ സിറ്റൗട്ടിലൊക്കെ ഇരിക്കുമ്പോഴേ രാത്രി അങ്ങനെ ഒരുപാട് സമയമൊന്നും ആവണ്ട, ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ പന്നിക്കൂട്ടങ്ങളൊക്കെ കാണലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. താങ്ക്